കൂട്ടരെ കാണുന്നല്ലോ. തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്ന സ്തുതി ചെയ്തിടുന്നു. തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. മക്കളിൻ കണ്ണുനീരെല്ലാം പാതന്ത എന്നേക്കുമായി തുടച്ചീതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണ്ണരായ കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വീളോപ്പിച്ച് കൂട്ടറിവർ പൂർണ്ണ വിശുദ്ധരാ തീർന്നവർ യേശുവിൻ പങ്കരുധീരത്തിൻ ശക്തിയാലേ. കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേലയങ്കി ധരിച്ചൂറിവ കൈയിൽ കുരുത്തോല എന്തിട്ടവർ സ്തുതി പാടി ആനന്ദമോടാർത്തിയിടുന്നു. ചീർന്നിടുമീ വേഗം ഞാനുമാ കൂട്ടത്തിൽ ശുദ്ധരോടും നിത്യം ആനന്ദിപ്പാൻ. ലോകം വേണ്ടായെനിക്കൊന്നും വേണ്ടായെന്റെ നാഥന്റെ സന്നിധി ചേർന്നാൽ മതി.
ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. നഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ് കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ് കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. കൂടാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി.
ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ട പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കണ്ടവരെ ഇങ്ങോട്ട് മാറി വന്നാൽ വരുന്നവർക്ക് കാണാനായിട്ട് ചിലവായിരിക്കും. അവിടെ തെറ്റുവരും. മരണമുള്ളവരെ പാവരണത്തിൽ രക്ഷിക്കുവാൻ അജഗപ്രകാരം മരിച്ചു നല്ലവരും മരണമില്ലാത്തവരുമായുള്ളവേ, അനിത്യമായ ലോകത്തിൽ നിന്ന് നിന്റെ കരുണയുള്ള ശരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാവിന് വേണ്ടി ഇപ്പോൾ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസം ഇവർക്ക് നീ സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തിലുള്ള വരുന്ന തോഴ്മക്കാരികളോടുകൂടി ഇവിടെ നീ ഇരുത്തണമേ. എന്തെന്നാൽ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമാകുന്നു, ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ പിതാപുത്രനും വിശുദ്ധ റൂഹായുമായ ഏകദൈവമേ, നിനക്ക് നീക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. ഓശോ ബുഗുൽ സുബാലവൽമീ വട്ടുകനാഥനെ എന്നാത്മാവേ ഹാലേലൂയ. ഓർക്കുകതൽ പ്രതിദാനങ്ങൾ നാശമൊഴിച്ചവനം ചെയ്യും ഹാലേലൂയ. വേദനകൾ കേൾക്കും ശമനം പാർക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുന്നു. എന്നിൽ അമർന്നിടുമവനേക്കാൾ ഞാനും അമർന്നിടും അവസാനം. ജീവൻ ഞാൻ അവരെ കേടുമെന്നോതിയ നിൻ മൊഴി നിറവേറ്റ വിശ്വാസമെഴും മൃതലോകം നിൻവരവിൻ ദിവസത്തിന നോക്കി പാർക്കുന്നേ നാഥ. നിൻ പ്രത്യാശയിൽ നിദ്രേതര നിന്നടിയാരെ കർത്താവേ കൃപയാ ജീവിപ്പിക്കണം. സൗമ്യകാലോ എല്ലാവരും പ്രാർത്ഥിച്ചാൽ അനുഗ്രഹങ്ങളും യാചിക്കണം. ഞങ്ങളോട് ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും നിത്യം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നാശത്തോട് നിൽക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ അപമാനത്താൽ വിധിക്കപ്പെടുന്നവരെ ആത്മത്തോടെ ജീവിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനവുമായ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുകയും ജഡികമായ ശരീരങ്ങൾക്ക് ആത്മീയാവസ്ഥ നൽകുകയും ചെയ്തവരായ ജ്ഞാനമുള്ള സംസ്ഥാവും സ്ഥിരതയോടെ നവീകരിക്കുന്നവരുമായ തന്നെ നാം മറന്നുമാറ്റപ്പെടുത്തണം. എനിക്ക് തന്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല നാളുകളിലും നേരങ്ങളിലും നാഴികളിലും അടിയങ്ങൾക്ക്
ദീർഘായുസുള്ള ദിവസങ്ങളൊക്കെയും സ്നേഹ ബഹുമാനവും ആരാധനയും പുകഴ്ചയും അങ്ങേക്ക് യോഗ്യമാകുന്നു. പറക്കുമോ വഴിയുള്ളതുമായ ശരീരമായ സകലരുടെയും തന്റെ കയ്യിലിരിക്കുന്നവരുമായ നീതിമാന്മാരുടെ ശരണവും ബുദ്ധിമാന്മാരുടെ പ്രത്യാശയുമായിട്ടുള്ളവയും സകലരുടെയും സഹായത്തെ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള അവിടെയുള്ള യാത്രയും എല്ലാം ഉചിതമായിരിക്കുന്ന നീ നൽകുന്നു. വീണ്ടുകൊള്ളുന്നവരായ സമാധാനദൂതന്മാർ മൂലം ഇതിനെ നീ കൈക്കൊള്ളണമേ. ഈ നിന്റെ ദാസി മനസ്സുകൂടാതെയും അറിവോടറികൂടാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബഹുത്വപ്രകാരം നീ ക്ഷമിച്ച് മായ്ച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും പൂഴിയാവുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരിൽ നിന്റെ മുൻപാകെ കുറ്റമില്ലാത്തവനില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ല എന്നും നീ ഓർത്തുകൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിന്റെ കൃപയും മനുഷ്യ സ്നേഹവും ഈ മാതാവിന്റെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ ഊർഷ്ലേമ്യ സഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിൽ ഇവളെ നീ വസിപ്പിക്കണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ആകാശമേഘങ്ങളിന്മേൽ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധ മാലാഖമാർ മൂലം ആകാശത്തിന്റെ 4 കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകളിലിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസി അനുഗ്രഹങ്ങളെ സ്മരണയാൽ നീ ഓർത്തുകൊള്ളണമേ. അവളുടെയും ഞങ്ങളുടെ ലജ്ജാകരമായ പ്രവർത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസനം മുൻപാകെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ തൃക്കൈകളാൽ നീ ഞങ്ങളെ മെനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരുശരീര രക്തങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ ഏതേതോ നീ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ മനസ്സലിയണമേ. നിന്റെ മുൻപാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വിരുമാനിക്കുന്ന നരവേദനകളിൽ ഞങ്ങളെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാളിൽ നിന്റെ മുൻപാകെയുള്ള മുഖപ്രസാദത്തിന് യോഗ്യരാക്കണമേ. എന്തെന്നാൽ ദൈവമേ, സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. ഹോശോ ഉപകുൽ സുബാലവൽമീ ബാറക്കുമോർ മെന്നാലോഹന കാബേൽ ഹുസോയോ ദഹാബേ വൽശബുകോനോ ദാതോഹെ ബത്രൈഹുൻ ഒൽമനവോലവൽമീ സ്വർഗീയാംഗ്യം വത്സലരെ ആത്മത്തെ മെയ് അതിൽ നിന്നും നീക്കി നയിപ്പാൻ വാനവരെ വിട്ടിടുമാ സമയം ഘോരം. ദൂതന്മാരെ ദൂരെ ആത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടനേതൻ ചരിതത്തെ പരിശോധിപ്പു. പാപമലീമസമാണെങ്കിൽ താപമോടാത്മം കേഴുന്നു. സത്കർമ്മങ്ങളെ ദർശിച്ച ഉൾക്കുതുകത്തോടോതിട. ദേവേശ നിന്തിരുമേയും രക്തവും എന്നെ നീതീറ്റി. ന്യായസ്ഥാനത്തവ രണ്ടും ധൈര്യമെനിക്ക് കീടട്ടെ. ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും. ലിഖിതം പോലവസാനതിനെ പാരും വാനും മായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നാദാ സാധികളോ തന്നെ കാത്തിടണം.
വാഴ്ത്തും ഞാൻ നിന്നെ റോസിൻ പുത്രിക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം നിന്നെ പുനരുത്ഥാനത്തിൽ മണ്ണതിൽ നിന്നും ജീവിപ്പിക്കട്ടെ. നിന്നെ ഇഷ്ടം ചെയ്തൊരു ധാർമ്മികർ തൻ പ്രാർത്ഥനയാലെ ജീവിത ലക്ഷ്യേ വിശ്രാമം നേടി അന്ത്യേ സർവേശ നിന്നുടെ കരുണാഭാജനമായി നിന്തിരുനാമം സ്തുതി ചെയ്യണമിവൾ എൻഗാത്രം ഭക്ഷി ചുരലും രുതിരം പാനം ചെയ്തോനെ ഞാൻ വെടിയാശിയോളില്ലെന്ന ലവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായൻ ഈശൻ ചൊന്നോ രാവചനം സ്തുത്യം മൃതരെയുത്ഥാനത്തിൽ സ്വർഗേ കാൺമാൻ കർത്താവേ ഭാഗ്യം നൽകിയിടണം. നീതിവിധീശനോടാ മാവേവം യാചിച്ചോതിടും അതു ഞാൻ കേട്ടേനല്ലോ. മൃതികതരെ പ്രതിനാദായങ്ങേക്കർപ്പിക്കും ബലികളിലൻ നിരോധിക്കല്ലേ. പാപികളീന്നും ശിഷ്ടന്മാരേവേ റാക്കിടാനീറേ മാർവന്നിടുമ്പോൾ കാരുണ്യത്തിൻ ചിറകിൻ കീഴിൽ നാദാ ചേർത്തിവളെ കാക്കുക നരകത്തിന്നും ഇവളെ വിധിച്ചിടരുതേ നാദാജി വിപ്പവരെ വിലവൻ വിമലൻ തിരുമുൻപാകെ നാദായി വെളിൽ സ്ഥിതി ചെയ്തിടും നിൻ ഓഹരിയാഗ്നിക്കീരയായി നൽകിടല്ലേ. മൊറിയോറായ മേലെ ആർദ്രതയാൽ നാദദേവ ദാസിക്കേ ഗണമേ പുണ്യം നിൻമഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി ഇവളെ ധർമ്മിഷ്ഠന്മാരോ തൻപാൽ നീ പാർപ്പിക്കേണം. ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കേണം. പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാക്കേണം. ആ നിരയിൽ സ്തോത്രം നാദ പാടിടട്ടിവൾ നിൻപേർക്കായി മൃതരും ജീവിക്കുന്നോരും വാഴ്ത്തിടും നിന്നെ എന്നും. ആർദ്രതയാൽ നാദദേവ ദാസിക്കേ ഗണമേ പുണ്യം നിൻമഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവമും കൃപ ചെയ്യും. എന്നുടെ നാളുകളോ ഹല്ലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ ശുഭുല ബോല ബറോവൽ റൂഹു കാദിശോലവാദ. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരുത സീയെ നിൻ ജീവാസുരമതുണർത്തണമേ. കബറേന്നു ധ്യാനത്തിനായി സോവൻ കാലോസ് കുറി രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചു നിൻ രക്തകാസാപാനം ചെയ്തു മൃതരായോരെ നാശം നീക്കി ജീവിപ്പി. ശണിയണം നിന്നെ നോക്കും നാബരിൽ കാന്തി പാർക്കുമോ.
മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മുകിലഴകെ മേലാഘോഷി നായിടുന്നു നയവാന്മാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ടങ്കിയണി എതിരേൽപ്പാന പോയിടുന്നു മുറിയോറാകേമേൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ കർത്താവിന്റെ ആശ്രതയെക്കുറിച്ച് മരിച്ചതിന്റെ ഒരുവനായി നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ പുണ്യമാക്കണമേ. കർത്താവരെ അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിനെ ഇവിടെ പാർപ്പിക്കണമേ. വന്നവനും വരുന്നതിനും മരിച്ചവരെ ഞങ്ങളെ വാക്കുന്നതിനായി വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ടുള്ള ചെറിയമാറാണ്. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമ്മതവാസം നമ്മോടുകൂടെ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ദാസിയുടെ ആത്മാവിനോടുകൂടെ ഈ ദാസിയുടെ വേർപാടിൽ സങ്കടത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന നാം ഓരോരുത്തരുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും നന്ദിക്കൊണ്ടായിരിക്കണമേ. ആമേൻ. സംസ്കാര ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുകയും മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്ത TC തോമസ് അച്ഛനോടുള്ള എല്ലാ സ്നേഹ ബഹുമാനങ്ങളും കല്ലുമല സെൻറ്റ് ഗ്രിഗോറിയോസ് ചാപ്പലിന് വേണ്ടിയും കുടുംബത്തിനു വേണ്ടി ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഭവനത്തിൽ വെച്ചുള്ള ബാക്കി ശുശ്രൂഷകൾ 9:30 മണി കഴിയുമ്പോൾ ഭവനത്തിൽ വെച്ച് ആരംഭിക്കുന്നതാണ് എന്ന കാര്യവും സ്നേഹത്തോടെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട TC തോമസ് അച്ഛൻ ഇപ്പോഴ് പ്രിയപ്പെട്ട ഈ മാതാവിനെ പറ്റിയും ഈ കുടുംബാംഗങ്ങളെയും മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രത്യാശയുടെ വാക്കുകൾ സമർപ്പിക്കുന്നതാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ ഒന്നിനായ അച്ഛൻ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മളാൽ സ്നേഹിക്കപ്പെടുന്നവരും ഈ ലോകത്തിൽ നിന്ന് വേർപെടുമ്പോഴും അവർ അകലങ്ങളിലായി പോകുമ്പോഴൊക്കെയും നമുക്കൊക്കെയും ദുഃഖവും വേദനയും സങ്കടവും ഉണ്ടാകും. അത് അവർ ഒരിക്കലും ഇനിയും തിരിച്ചു വരുന്നില്ല എന്നുള്ളതായ ഒരു ബോധം കൂടെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും സഹിക്കുവാൻ പാടില്ലാത്ത വഹിയാത്ത ഒരു വേർപാടായിട്ട് നമുക്കത് പരിണമിക്കും. കർത്താവായ യേശു തമ്പുരാൻ പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വേറൊരിടത്ത് കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും, അവൻ വന്ന് നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തും. ഈ ലോകത്തിൽ ഏകദേശം 7 പതിറ്റാണ്ടോളം തൻ്റെ ജീവിതം ദൈവമേൽപ്പിച്ചതായ ആ കടമകൾ നിർവഹിച്ചുകൊണ്ട് വ്യക്തിപരമായും കുടുംബത്തിലും കുഞ്ഞുങ്ങളോടൊപ്പവും തനിക്ക് ദൈവം തന്നെ ഏൽപ്പിച്ച ഭർത്താവിനോടൊപ്പവും ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിഞ്ഞു.
അകാലമായ ഒരു മരണമെന്ന് പറയുന്നില്ല എങ്കിലും ആകസ്മികമായ ഒരു മരണമാണ്. പ്രതീക്ഷിക്കാതെ അവൻ വന്നെത്തും. ആര് വന്നെത്തും എന്നുള്ളതാ, മരണം വന്നെത്തുന്നു. നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിപ്പീനെന്ന് പലപ്പോഴും കർത്താവായ യേശു തമ്പുരാൻ പറയുന്നു. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 19ഉം 20ഉം വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രവിക്കുമെങ്കിൽ വായിക്കാം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 19 മുതലുള്ളതായ വാക്യങ്ങൾ. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഇതൊരു വലിയ പ്രത്യാശയാണ്. ഇരുൾ നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്ന്, കഷ്ടതയും പ്രയാസവുമുള്ള ജീവിതത്തിൽ നിന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, ഈ ലോകത്തിൽ നിനക്ക് പ്രകാശം നൽകിയത് സൂര്യനായിരുന്നുവെങ്കിൽ, ഈ ലോകത്തിൽ നിനക്ക് സന്ധ്യാസമയത്ത് രാത്രി സമയത്ത് വെട്ടം നൽകിയത് ചന്ദ്രനും നക്ഷത്രവുമായിരുന്നുവെങ്കിൽ, നിനക്ക് ഇനിയും പ്രകാശം നൽകുന്നത് യഹോവയായ ദൈവമാണ്. നിന്റെ ദുഃഖകാലം നീങ്ങിപ്പോകുന്നു. ഈ ലോകത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്ന്, അതായത് നമ്മൾ മരണാനന്തര ശുശ്രൂഷയുടെ ആദ്യ ഭാഗം കേൾക്കുമ്പോൾ തന്നെ ശുശ്രൂഷയിൽ പട്ടക്കാരൻ വായിക്കുന്നതായ പ്രാർത്ഥനാ ഭാഗമാണ്. കഷ്ടതകളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഈ ദാസി അല്ലെങ്കിൽ ദാസൻ ഈ ലോകത്തിൽ ചെയ്തതായ കുറവുകളും ബലഹീനതകളും എല്ലാം പൊറുക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയുടെ ആരംഭത്തോടു കൂടിയാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ എന്നുള്ളതായ ആ വലിയ പ്രാർത്ഥന അല്ലെങ്കിൽ വലിയ പ്രത്യാശ, യോബിൻ്റെ ആ വലിയ പ്രത്യാശ പോലെ. വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്, നമുക്കുണ്ട്. രോഗങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമുക്കുണ്ട്. എന്നാൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഒരു വലിയ പ്രത്യാശയാണ് ദൈവസന്നിധിയിൽ നമുക്കുണ്ടാകേണ്ടത്. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് കൂടെയുണ്ട് എന്നുള്ളതായ വലിയ സത്യം. ഈ മാതാവിനെ ഞാൻ അറിയുന്നത് 2002 ഞാൻ ദുബൈയിൽ അവിടെ പള്ളിയുടെ ശുശ്രൂഷകനായി ചെല്ലുമ്പോഴാണ്. അന്ന് എന്നെ പരിചയപ്പെടുത്തിയത് ഈ മാതാവിൻ്റെ ഭർത്താവിൻ്റെ ബാബുച്ചാൻ്റെ പെങ്ങളുടെ ഭർത്താവായ തോമാച്ചനിലൂടെയാണ്, കുഞ്ഞുമനച്ചാനിലൂടെയാണ്. ശരീര അസ്വസ്ഥതകൾ ഉണ്ടായി. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നത് ഹോസ്പിറ്റലിലായിരുന്നപ്പോഴാണ് കുഞ്ഞുമനച്ചാൻ എന്നെ വിളിച്ച് ബാബുച്ചാൻ്റെ അടുക്കൽ ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അന്നു മുതൽ ഇന്നേ വരെ ആ ഒരു വലിയ സ്നേഹവും കരുതലും ഇവരെല്ലാവരും ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതൊരു വലിയ സത്യമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു. ഫീസ്റ്റ് ഡേയ്സിൽ, ബർത്ത്ഡേയുടെ സന്ദർഭത്തിൽ, വെഡിങ് ആനിവേഴ്സറിയുടെ സന്ദർഭത്തിലൊക്കെ വളരെ സന്തോഷത്തോടെ അച്ഛൻ ഞങ്ങളെ ഓർമ്മിക്കുന്നുവല്ലോ എന്നുള്ളതായ ഒരു വലിയ സന്തോഷം. ആ ഒരു സ്നേഹവും സന്തോഷവും നിലനിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ബാബുച്ചാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിളിക്കുമ്പോൾ തന്നെ സന്തോഷത്തോടെയാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. എന്തുകൊണ്ട് അച്ഛാ വിശേഷം? അച്ഛാ, ഒരു ദുഃഖവാർത്ത അറിയിക്കാനുണ്ട്, അവൾ പോയി. കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ടവൾ, തൻ്റെ സഹധർമ്മിണി പോയി എന്നുള്ളതായ വാർത്ത ആ പ്രിയതമനിൽ നിന്ന് തന്നെ അറിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ ഒരു വലിയ സങ്കടമാണ്.
എങ്കിലും ദൈവഹിതം നിറവേറട്ടെ എന്നുള്ളതായ വലിയ പ്രത്യാശ എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. നാം വായിച്ചു കേട്ട വേദഭാഗത്ത് യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്, നിന്റെ പ്രകാശം, ഈ ലോകത്തിലെ പ്രകാശമെല്ലാം പോയി, ഈ ലോകത്തിലെ ദുഃഖമെല്ലാം തീർന്നുപോയി. പകലും നിനക്ക് ഇനി സൂര്യനുണ്ടാവില്ല, രാത്രിയിൽ നിനക്ക് ചന്ദ്രനോ നക്ഷത്രങ്ങളോ നിനക്കുണ്ടാവില്ല. പക്ഷേ യഹോവയായ ദൈവം നിന്റെ പ്രകാശമായിരിക്കും. എന്തൊരു പ്രത്യാശയാണ് അതല്ലേ! യഹോവയായ ദൈവം നിന്റെ പ്രത്യാശയാകും. അത് കർത്താവ് പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എത്ര വലിയ യാഥാർത്ഥ്യമാണ്! യഹോവയായ ഞാൻ നിന്റെ പ്രകാശമായിരിക്കും. അതുകൊണ്ടൊപ്പമാണ് പറയുന്നത്, നിന്റെ ദുഃഖകാലം നീങ്ങിപ്പോയി. ഈ ലോകത്തിലെ ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും ഭാരങ്ങളും ഒക്കെ നമുക്കുണ്ടല്ലേ, അതെല്ലാം നീങ്ങിപ്പോയിരിക്കുന്നു. ഇന്നേ ദിവസം നീ എൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. നിന്റെ ദുഃഖകാലം നീങ്ങിപ്പോയി. വലിയ പ്രത്യാശയാണ്. ഈ കുടുംബത്തിന് പ്രകാശമായിരുന്നവൾ, ഈ ലോകത്തിൽ പ്രകാശമായിരുന്നവൾ, ഞാൻ മനസ്സിലാക്കുന്നത് മാതാവ് സ്കൂൾ ടീച്ചറായിരുന്നു എന്നുള്ളതാണ് അല്ലേ. വിദ്യാപീഠം സ്കൂളിലെ ടീച്ചറായിരുന്നു. അനേക ശിഷ്യഗണങ്ങൾ ഈ മാതാവിനുണ്ട്. അനേക കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലൂടെ ലോകത്തിന് വെളിച്ചമാക്കി തീർത്ത ഒരു വലിയ പ്രകാശമാണ് ഇന്ന് അണഞ്ഞു പോയിരിക്കുന്നത്. ഈ ലോകത്തിൽ അണഞ്ഞു, പക്ഷേ ദൈവസന്നിധിയിൽ പ്രകാശത്തിൻ്റെ വലിയ അനുഭവമായിട്ട് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ വരുവീൻ, ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യരാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വരുവീൻ. ആ ഒരു വലിയ പ്രത്യാശയിലൂടെ ഈ ദാസി കടന്നു പോകുമ്പോൾ, നമ്മൾ സഹോദരങ്ങളുണ്ട്, പ്രിയപ്പെട്ട തൻ്റെ ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരെയെല്ലാം ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് എത്തപ്പെട്ടിരിക്കുക. പക്ഷെ നമുക്ക് മാനസികമായും അല്ലാതെയും ഒക്കെ പ്രയാസങ്ങളും വേദനയുമാണ് തന്നിരിക്കുന്നത്. കർത്താവ് പറഞ്ഞത്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ടെങ്കിലും ഞാൻ ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, 7 10 ഏറെയായാൽ 80. അതിനുശേഷമുള്ളത് കഷ്ടതയും പ്രയാസവും ദുഃഖവും അത്രയും. അത് ഏത് സമയത്താണെങ്കിലും, ഏത് സമയങ്ങളിലാണെങ്കിലും, ഏത് കാലങ്ങളിലാണെങ്കിലും ഈ ലോകത്തിൽ ഇത് മാറ്റപ്പെടുന്നില്ല. ഈ കഷ്ടതയും പ്രയാസവും ദുഃഖവും ഒന്നും മാറ്റപ്പെടുന്നില്ല. എങ്കിലും ദൈവത്തിലുള്ള പ്രത്യാശ വിട്ടുകളയാതെ, ദൈവത്തിലുള്ള പ്രത്യാശ നശിച്ചു പോകാതെ ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിപ്പാൻ നമ്മോട് ദൈവം ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. അവനോട് പറയുന്നവനെ പറുദീസയിൽ നിന്ന്, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ പറയുന്നത്, നിന്നെ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്തിരിക്കുന്നു, നീ മണ്ണിൽ